നമസ്കാരം. ഈ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊരു പ്രയോഗമുണ്ട്. അത് ഗസൻസിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശാക്തിക സമവാക്യങ്ങളിൽപ്പെട്ട് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും എല്ലാം വലിയ രീതിയിലുള്ള നയതന്ത്ര ചർച്ചകളുടെ ഇടയിലും യഥാർത്ഥത്തിൽ ഗാസയിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ദുരിതവും ദുഃഖവും മാത്രമാണ്. ഇപ്പോൾ ട്രംപിൻ്റെ പശ്ചിമേഷ്യ സന്ദർശനം അവസാനിച്ച് അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചു എന്ന് പൊതുവേ കരുതപ്പെടുന്ന, എന്നാൽ അമേരിക്കയിൽ നിന്നും ഔപചാരിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക തന്ത്രപരമായ നീക്കം, അതേക്കുറിച്ചാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത്. ലിബിയയിലേക്ക് ഏതാണ്ട് 10 ലക്ഷത്തോളം ഗാസ നിവാസികളെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ. അത് ലിബിയയുടെ ഭാഗത്തുനിന്ന് ഔപചാരിക സ്ഥിരീകരണം വന്നിട്ടില്ല. സൗദി അറേബ്യ കട്ടക്കെതിർത്തിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ. അതുപോലെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അതികഠിനമായ എതിർപ്പാണ്. ഗാസ നിവാസികളിൽ ഒരാൾക്ക് പോലും സ്വീകാര്യമാകുന്ന ഒരു ഫോർമുല അല്ല അത്. എന്തുകൊണ്ട് ലിബിയ, എന്തുകൊണ്ട് ഈ 1 മില്യൺ, അതായത് 10 ലക്ഷം ഗസക്കാരെ അങ്ങോട്ടയക്കാനായി ട്രംപ് ഭരണകൂടം താല്പര്യപ്പെടുന്നു? ഉത്തരം വളരെ സങ്കീർണമാണ്. ഒന്ന്, 2011 ശേഷം ലിബിയയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകത്തിന് വലിയൊരു ആശയമില്ല, ഒരു ഐഡിയ ഇല്ല. 2011 വരെ ഉഗ്രപ്രതാപിയായ മുഅമ്മർ ഗദ്ദാഫിയുടെ ഭരണമായിരുന്നു ലിബിയയിൽ. കേണൽ മുഅമ്മർ ഗദ്ദാഫി, അദ്ദേഹം ഉരുക്കുമുഷ്ടി കൊണ്ട്, അദ്ദേഹം 79 അധികാരം പിടിച്ചെടുത്ത് 2-3 പതിറ്റാണ്ട് ലിബിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് നയിച്ചു. ആൻറ്റി അമേരിക്കൻ റെറ്ററിക്കിൽ അദ്ദേഹം അങ്ങനെ വലിയ രീതിയിൽ വിരാജിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അമേരിക്ക ഒരു വലിയ ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തെ തകർക്കാമെന്ന് വെച്ചു. പക്ഷേ അമേരിക്കയല്ല യഥാർത്ഥത്തിൽ തകർന്നത്. അറബ് സ്പ്രിംഗ്, അതായത് അറബ് വസന്തം അല്ലെങ്കിൽ ജാസ്മിൻ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന വലിയ വടക്കൻ ആഫ്രിക്കയിൽ വീശിയടിച്ച 2009-10-11 കാലഘട്ടത്തിൽ വീശിയടിച്ച ആ ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൽ പെട്ട് ജനങ്ങൾ തന്നെ, ലിബിയയിലെ ജനങ്ങൾ തന്നെ കേണൽ ഗദ്ദാഫിയെ പുറത്താക്കിയ കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം 2-3 സമാന്തര ഭരണകൂടങ്ങളാണ് അവിടെ വരുന്നത്. അത് തമ്മിൽ യാതൊരു ഏകോപനമില്ലാത്തൊരു തരം ഡിവൈഡഡ് കൺട്രിയാണ്, ഫെയിൽഡ് സ്റ്റേറ്റാണ്. പക്ഷേ 2011 ലിബിയയുടെ ആസ്തികളുടെ ഒരു നല്ല പങ്ക്, വെളിയിലുള്ള അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാവുന്ന ആസ്തികളുടെ നല്ലൊരു പങ്ക് മരവിപ്പിക്കപ്പെട്ടു. ആ ഒരു ആസ്തി ഏതാണ്ട് $30 ബില്യൺ വരും. അത് ലിബിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. കാരണം ലിബിയ ചെറിയൊരു ജനസംഖ്യയുള്ള വലിയൊരു രാജ്യമാണ്. ലോകത്തെ 16ാമത്തെ വലിയ രാജ്യമാണ്. അപ്പം സാമാന്യം വലിയ സൈസാണ്. മരുഭൂമിയാണ് കൂടുതലും ഭാഗം. ആഫ്രിക്കയിലെ തന്നെ 4ാമത്തെ വലിയ ഭൂവിഭാഗമാണ്. പക്ഷേ ജനസംഖ്യ വളരെ കുറവാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇസ് വെരി വെരി ലോ. കേരളത്തിലെ ജനസംഖ്യയുടെ 4-1 പോലും ഇല്ലെന്ന് ഓർക്കണം. കേവലം 75 ലക്ഷം ജനങ്ങളുടെ അടുത്ത് മാത്രമേ ലിബിയയിൽ ആൾക്കാരുള്ളൂ. അതുകൊണ്ട് അവിടെ ഈ പാലസ്തീനിയൻ ജനതയുടെ ഒരു വിഭാഗത്തെയെങ്കിലും 10 ലക്ഷം പേരെ, ഈ 75 ലക്ഷം ലിബിയക്കാരോടൊപ്പം 10 ലക്ഷം പേരെ പുനരധിവസിപ്പിച്ചാലോ എന്ന ഒരു ആലോചന ഉണ്ടാകുന്നത്, ഒരു ലോജിക്കലി അതിനകത്ത് ലോജിക്കുണ്ട്. ഒരു വിഭാഗം ആളുകൾ അവരുടെ വീടും കൂടും ഉപേക്ഷിച്ച് പരിചയമില്ലാത്ത മറ്റൊരു മരുഭൂമിയിൽ, ഊഷരഭൂമിയിൽ എന്തെല്ലാം സ്വർഗരാജ്യം തരാമെന്ന് പറഞ്ഞാലും പോയി താമസിക്കുമോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ $30 ബില്യൺ റിലീസ് ചെയ്യാനാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പദ്ധതി എന്നാണ് പിന്നാമ്പുറ സംസാരം. അങ്ങനെയെങ്കിൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. ആ പണം നേരിട്ട് ലിബിയയ്ക്ക് കൊടുക്കില്ല, അവരത് പുട്ടടിച്ച് തീർക്കുമെന്നാണ് അമേരിക്കയുടെ ഒരു ചിന്ത. അതുകൊണ്ട് ഈ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള വാസസ്ഥലങ്ങൾ, സാറ്റലൈറ്റ് ടൗൺഷിപ്പ് അല്ലേ, ഒരുക്കാൻ വേണ്ടി വൻ ചെലവുണ്ടാകും. അത് അമേരിക്ക കച്ചവട രാജ്യമാണ്. അമേരിക്കയുടെ പോക്കറ്റിൽ നിന്നും ആ പണം ചെലവഴിക്കുമെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് മരവിപ്പിച്ച് വെച്ച ലിബിയയുടെ ആസ്തികളിൽ നിന്നും $30 കോടി രൂപയല്ല ഡോളേഴ്സ് എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, വാസയോഗ്യമായ ഇടങ്ങൾ ഒരുക്കാം എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ നിർദ്ദേശം ട്രംപിൻ്റെ കുറേ ഭ്രാന്തൻ ആശയങ്ങളുണ്ട്. അത് ഗസയെ അങ്ങ് ഇട്ടെടുക്കും, എന്നിട്ട് അതൊരു ഉല്ലാസ നഗരമാക്കും, റിവിയറാക്കി മാറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഒരു ഫ്രീഡം സോണാക്കി ഗാസയെ. ഇപ്പം അവിടെ പോയി ട്രംപ് പറഞ്ഞ പല വാക്കുകളിൽ, വാചക കസറത്തിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്
വി വിൽ കൺവേർട്ട് ഗാസ ഇൻ ടു എ ഫ്രീഡം സോൺ. ഫ്രീഡം സോൺ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പ്രദേശം, സ്വാതന്ത്ര്യത്തിന് ശുദ്ധവായു ശ്വസിക്കുന്ന പ്രദേശം. എന്ത് ശുദ്ധവായു, എന്ത് സ്വാതന്ത്ര്യം. 56,000 ആളുകളാണ് ജീവൻ പൊലിഞ്ഞത്. ഒക്ടോബർ 7 മുതൽ നടന്ന യുദ്ധത്തിൽ 2023 ഒക്ടോബർ മുതൽ ഇതുവരെ മരിച്ച ആളുകളുടെ എണ്ണം ഇടയ്ക്ക് 2 പ്രാവശ്യം വെടിനിർത്തി, വീണ്ടും വെടിയൊച്ചകൾ. അപ്പോൾ അതുപോലെ 1,00,000-ലധികം പേരാണ് കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡായി പോയത്. അപ്പോൾ 1.5 ലക്ഷം പേര് അവർ ശവങ്ങളുമായി മാറി. ബാക്കിയുള്ള ആളുകൾ 23 ലക്ഷം പേരാണുള്ളത്. ഇപ്പോൾ അവശേഷിക്കുന്ന 22 ലക്ഷത്തോളം പേര് കാണും. അവരുടെ അവസ്ഥ ദുരിതമാണ്. 95% കെട്ടിടങ്ങളും തകർന്ന് മണ്ണടിച്ച് കഴിഞ്ഞു. ആ ഗാസയാണ് ഫ്രീഡം സോൺ ആക്കുമെന്ന് ട്രംപ് പറയുന്നത്. ഇവിടെ ചോദ്യം എന്താണ്? ആരുടെ ഫ്രീഡം? ഹൂസ് ഫ്രീഡം ഇസ് ഇറ്റ്? ഗാസയുടെ ഫ്രീഡമാണോ? ഇസ്രയേലിൻ്റെ ഫ്രീഡമാണോ? ഇവിടെ ഇസ്രയേലിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട്. ഇപ്പം ട്രംപ് ഡീല് നടത്തിയത് ആരുമായിട്ടാണ്? ഡീലിന് വേണ്ടിയാണല്ലോ വരുന്നത്. സൗദി അറേബ്യ, UAE ഇവരൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. കുറേ വലിയ $multi-billion ഡീലുമായി, അമേരിക്കയുടെ വിമാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള വലിയ ഡീലുമായി ട്രംപ് തിരിച്ചുപോയി. ശരിയാണ്, നല്ല ഡീലാണ്. സൗദിയുമായും സൗദി ഒരുക്കിയ വലിയ രാജകീയമായ ഒരു ആവേശോജ്വലമായ സ്വീകരണം. UAE പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഒരു കരാറും കൊടുത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ട്രംപിനെ മടക്കി അയച്ചത്. പക്ഷേ ഒരാളുടെ സാന്നിധ്യം പ്രത്യേകമായി മുഴച്ചു നിൽക്കുന്നു. അത് സിറിയയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി, ഡിഫാക്ടോ അതോറിറ്റി ജുലാനി മുൻ ഭീകരനാണ്. അദ്ദേഹം IS ബന്ധമുള്ള, അൽ-ഖൈദ ബന്ധമുള്ള തീവ്രവാദിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇറാനെതിരെ നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ടർക്കിയുടെ സഹായത്തിലേക്ക് നിന്നു, ഇറാനെതിരെ നിൽക്കുന്നത് കൊണ്ട് ഇസ്രയേലുമായി സിറിയ യുദ്ധത്തിനൊന്നും പോകരുത്, ഇസ്രയേലി അധിനിവേശത്തിനെതിരെ ശബ്ദിക്കരുത്, ഗോലാൻ കുന്നൊക്കെ ഹിറ്റ്ലറിങ് ഏറ്റെടുത്ത് കഴിഞ്ഞു നോക്കണം. ഇതിനെയൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റപ്പാക്കുന്ന ഒരു ചുമതലയിലായിരുന്നു ട്രംപ്. ആത്യന്തികമായി ഇസ്രയേലിനെ ട്രംപ് പൊതിഞ്ഞ് സംരക്ഷിക്കുമെങ്കിൽ പോലും ഇപ്രാവശ്യത്തെ ഒരു യാത്രയിൽ ട്രംപ് പറയുന്നതൊന്നും ഇസ്രയേൽ പൂർണ്ണമായി കേൾക്കുന്നില്ല എന്നൊരു പരിഭവം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ രീതിയിൽ ഇസ്രയേലിനെ ഗൗനിച്ച് കണ്ടില്ല. അതുകൊണ്ട് അറബി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സുന്നി അറബി രാജ്യങ്ങളുടെ ഒരു ഏകോപനം അത് അമേരിക്കയ്ക്ക് അനുകൂലമായി നേടിയെടുക്കാനാവുമോ എന്നതായിരുന്നു ട്രംപിൻ്റെ ചിന്ത. കൂട്ടത്തിൽ 95%-ലധികം സുന്നി വിഭാഗക്കാരുള്ള ലിബിയയുമായി ഒരു ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് അറബ് ലീഗിൻ്റെ ഒക്കെ കൂടെ സമ്മതപത്രം വേണ്ടി വരുമായിരിക്കാം ആത്യന്തികമായി. ഇതിപ്പം കരട് രൂപമാണിപ്പോൾ, ഇതാരും ഇപ്പോൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊരു ആശയം, ഒരു ഭ്രാന്തനാശയമെന്ന് തോന്നാമെങ്കിലും ഇങ്ങനെയൊരു ആശയം വരുമ്പോഴാണ് ഗൗരവമായി പരിഗണിക്കപ്പെടുന്നത്. നേരത്തെ ഒരു ആശയം വന്നു, സോമാലിലാൻഡ്, അതുപോലെ ആ പ്രദേശത്തേക്ക് ഗാസയുടെ ആളുകളെ 23 ലക്ഷം പേരെ മാറ്റി പാർപ്പിക്കാം. ആ ആശയം ആരും ഗൗരവമായി എടുത്ത് കണ്ടില്ല. അതുപോലെ ജോർദാനിലേക്കും, തൊട്ടടുത്ത രാജ്യമാണല്ലോ ഇസ്രായേലിൻ്റെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും 10 ആളുകളെ വീതം ഗാസയിൽ നിന്നും മാറ്റാം. ആ പ്രപ്പോസലും നടപ്പായില്ല. കാരണം ഗാസയുടെ ജനങ്ങൾ ഗാസയ്ക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗാസയുടെ ഭൂമി ഗാസൻ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആ ഭൂമി പൂർണ്ണമായി വിട്ടൊഴിഞ്ഞുകൊണ്ട് ഏത് രാജ്യത്ത് പോയി അധിവസിച്ചാലും അവർക്ക് 2ാം തരം പൗരത്വം മാത്രമേ ഉണ്ടാകൂ. അതവർക്കറിയാം, അത് ലോകത്തിനറിയാം. അതാണ് നീതിശാസ്ത്രം. പക്ഷേ അവിടെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഹമാസിൻ്റെ ഭരണകൂടം നിലനിന്നുകൊണ്ട് ആ പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുമില്ല. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമല്ലോ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ്. ട്രംപ് പറഞ്ഞു റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, തൻ്റെ ഇടപെടലിൽ ഗസ വിഷയം അവസാനിപ്പിക്കും. നടന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ഇന്ത്യ-പാകിസ്ഥാൻ വിഷയത്തിൻ്റെ വെടിനിർത്തലിൻ്റെ ക്രെഡിറ്റ് ട്രംപ് ആദ്യമേ കൊത്തിപ്പറിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അത് വെറും വിടുവായാണെന്നും വീൺവാക്കാണെന്നും ലോകത്തിന് മനസ്സിലായി. അല്ലെങ്കിൽ ഇന്ത്യ അത് മനസ്സിലാക്കി കൊടുക്കാൻ സർവകക്ഷി സംഘത്തെ അയക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ട്രംപിന് ഇപ്പോഴെങ്കിലും ഒന്നിൽ പിഴച്ചാൽ 3 ഇത് 3-4 പിഴച്ചു കഴിഞ്ഞു. ഇതിലെങ്കിലും ഒരു ഡീലിലെത്തി നിർത്താനാവുമോ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഗൗരവമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ശാശ്വത സമാധാനം ഉണ്ടായില്ലെങ്കിൽ പോലും ഗാസയിൽ നിന്നും കുറേ പേരെ അവിടുന്ന് മാറ്റി നിർത്തി ഗാസയെ പുനഃസൃഷ്ടിച്ച് ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് അധിവസിപ്പിക്കാനാവുമോ? ചോദ്യം 1. ആവില്ല. ഒരിക്കൽ പോയാൽ പോയതാണ്. ഇതാണ് അനുഭവം. അതിൽ നിന്ന് ഏക വ്യത്യാസമുണ്ടായത് ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ്. ഇസ്രായേൽ 2000 വർഷത്തിന് മുമ്പ് ഇസ്രായേൽ മക്കൾ, അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനത ലോകരാജ്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. പല സമയങ്ങളിലായി ചിതറിപ്പോയി. അവരെല്ലാം കൂടി 1948 തിരിച്ചു വന്ന് ഇസ്രായേൽ സ്ഥാപിച്ചു എന്ന മഹാത്ഭുതം നമ്മുടെ മുമ്പിലുണ്ട് എന്നതല്ലാതെ
മറ്റൊരു ജനതയും ചിതറിപ്പോയവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ പ്രപ്പോസൽ എങ്ങനെ ലോകം സ്വീകരിക്കും, എങ്ങനെ അറബ് ലോകം സ്വീകരിക്കും, എങ്ങനെ ഗാസ നിവാസികൾ സ്വീകരിക്കും? ഇതാണ് നമ്മുടെ മുമ്പിലെ പ്രധാന ചോദ്യം.